തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് ഇത്തവണ ഉത്സവങ്ങൾ ആഘോഷിക്കാൻ എല്ലാവരും ദൃഢനിശ്ചയമെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഖാദി, കൈത്തറി, കരകൗശല ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന ഹാഷ്ടാഗോടെ സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം പങ്കുവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആഘോഷങ്ങളുടെ തിളക്കം പല മടങ്ങ് വർദ്ധിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വോക്കൽ ഫോർ ലോക്കൽ എന്നത് എല്ലാവരും ഷോപ്പിംഗ് മന്ത്രമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് നിർമ്മിക്കുന്ന സാധനങ്ങൾ മാത്രമേ വാങ്ങുകയുള്ളൂ എന്ന് ഓരോരുത്തരും ദൃഢനിശ്ചയമെടുക്കണം. നാട്ടുകാർ നിർമ്മിക്കുന്നത് മാത്രമേ വീട്ടിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ എന്ന് തീരുമാനിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സാധനം വാങ്ങുക എന്നത് മാത്രമല്ല, ഒരു കുടുംബത്തിന് വരുമാനമാവുകയും പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. സ്വദേശി ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കണമെന്ന് ഗാന്ധിജി എപ്പോഴും ഊന്നി പറഞ്ഞിരുന്നു. അവയിൽ ഖാദി മുൻപന്തിയിലായിരുന്നു. കഴിഞ്ഞ 11 വർഷമായി രാജ്യത്തെ ജനങ്ങൾക്ക് ഖാദിയോടുള്ള താൽപര്യം വർദ്ധിച്ചു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഏതെങ്കിലും ഒരു ഖാദി ഉൽപ്പന്നം വാങ്ങണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. खादी के प्रति देश के लोगों का आकर्षण बहुत बढ़ गया है. पिछले कुछ वर्षों में खादी की बिक्री में बहुत तेजी देखी गई है. मैं आप सभी से आग्रह करता हूं कि 2 अक्टूबर को कोई न कोई खादी प्रोडक्ट जरूर खरीदें. गर्व से कहें ये स्वदेशी है. इसे सोशल ഖാദി പോലെ കൈത്തറി, കരകൗശല മേഖലകളിലും ഗണ്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലെ യാഴ് നാച്ചുറൽസിന്റെ സംരംഭകരായ അശോക് ജഗദീഷിനും പ്രേം സെൽവരാജും തങ്ങളുടെ കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ചാണ് ജീവിതത്തിൽ പുതിയ തുടക്കം കുറിച്ചത്. യാഴ് നാച്ചുറൽസ് പുല്ലും വാഴനാരും ഉപയോഗിച്ച് യോഗ മാറ്റുകൾ നിർമ്മിച്ചു. ഹെർബൽ ഡൈകൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ചായം പൂശി. 200 കുടുംബങ്ങൾക്ക് പരിശീലനം കൊടുത്ത് തൊഴിൽ നൽകി. ഝാർഖണ്ഡിലെ ആശിഷ് സത്യവ്രത് സാഹു ജോഹർ ഗ്രാം ബ്രാൻഡിലൂടെ ഗോത്ര നെയ്ത്തും വസ്ത്രങ്ങളും ആഗോളതലത്തിലെത്തിച്ചു. ബീഹാറിലെ മധുബനി ജില്ലയിൽ നിന്നുള്ള സ്വീറ്റി കുമാരി സങ്കൽപ് ക്രിയേഷൻ ആരംഭിച്ച് മിഥില പെയിന്റിംഗിനെ സ്ത്രീകളുടെ ഉപജീവന മാർഗമാക്കി മാറ്റി. ഇന്ന് 500-ലധികം ഗ്രാമീണ സ്ത്രീകൾ അവരുമായി ചേർന്ന് സ്വാശ്രയത്വത്തിലേക്കുള്ള പാതയിൽ മുന്നേറുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.